നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗം ക്ലാസിക് റീവിസിറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റീവിസിറ്റ് ചെയ്യാൻ പോകുന്ന ചിത്രം പത്മരാജൻ ഡയറക്റ്റ് ചെയ്ത് 1989 റിലീസായ ചിത്രം സീസൺ. ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത് മോഹൻലാലാണ്. ജീവൻ എന്ന കഥാപാത്രമാണ് മോഹൻലാൽ ചെയ്തിട്ടുള്ളത്. കൂടെ ഡെവിൻ പെക്കാർഡിൻ്റെ ഫെബിൻ എന്ന് പറയുന്ന കഥാപാത്രവും. പിന്നീട് ബാക്കിയുള്ള ആക്ടേഴ്സ് മണിമുൾ രാജു, അശോകൻ, അങ്ങനെ ജഗതി, അങ്ങനെ വേറെ ഒരുപാട് ആക്ടേഴ്സ് സിനിമയിലുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ അടുത്തായിട്ട് ഒരുപാട് പേര് സീസൺ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതായത് പല പ്രഗത്ഭരായിട്ടുള്ള പുതുമുഖ സംവിധായകരൊക്കെ സീസൺ എന്ന ചിത്രം റീമേക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം പല ഇൻ്റർവ്യൂകളിൽ നമ്മളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇന്ന് സീസണിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സീസൺ എന്ന് പറയുന്ന സിനിമ ആക്ച്വലി പറയുന്ന ഒരു പ്രതികാരത്തിൻ്റെ കഥയാണ്. കൂടെ തന്നെ കോവളം പോലൊരു സ്ഥലത്ത് അവിടെ ജീവിക്കുന്ന പല പല ആൾക്കാരുടെ ഒരു കഥയും കൂടിയാണ് സീസൺ എന്ന് പറഞ്ഞ സിനിമ സംസാരിക്കുന്നത്. അവിടെ വരുന്ന വിദേശ സഞ്ചാരികളുടെ കഥയും അവിടെ താമസിക്കുന്ന ജനതയുടെ കഥയും എല്ലാം ഉൾപ്പെടുത്തിയൊരു ചിത്രമാണ് സീസൺ. സീസൺ എന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് മോഹൻലാൽ ചെയ്തിട്ടുള്ള ജീവനം എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഒരു ജയിലിലോട്ട് കൊണ്ടുവന്നിടത്താണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ജയിലിൽ അദ്ദേഹം എത്തുന്നു. അത് പോലീസുകാർക്കൊക്കെ മോഹൻലാലിനെ അറിയാം. അത് നമുക്ക് കാണുമ്പോൾ ചെറിയ ഡൗട്ടൊക്കെ തോന്നും. ഇയാളൊരു സീരിയൽ ഓഫൻഡർ ആയിട്ടുള്ളൊരു, അതായത് ഇങ്ങനത്തെ ഒരു ക്രിമിനലായിരിക്കും, കൂടെ ജയിലിലേക്ക് വരുന്ന ആളായിരിക്കാം എന്നൊക്കെ നമുക്ക് തോന്നും. പിന്നീട് കാണിക്കുന്നത് ജയിലിൻ്റെ അകത്ത് അവിടുത്തെ കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായിട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കാണിക്കുന്നുണ്ട്. അതൊരു പൂണൂരിട്ടൊരു കള്ളനായിട്ടാണ് പുള്ളിയെ കാണിക്കുന്നത്. പുള്ളി ഒരു വിഗ്രഹം മോട്ടിച്ചതിൻ്റെ പേരിലാണ് പുള്ളി ആ ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. പക്ഷേ അവരൊന്നും ഒരുപാട് നേരമൊന്നുമില്ല, അങ്ങനെ 1-2 സീനിൽ മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് കാണിക്കുന്നത് അവിടെ മോഹൻലാലും ഗെവിൻ പക്കാട്ടുമായിട്ടുള്ള സീനുകളാണ്. അതായത് ഫെബിൻ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. അപ്പം ജീവനും ഫെബിനും തമ്മിൽ കൂട്ടുകാരാണ്. കാര്യം മോഹൻലാൽ ഇതിന് മുമ്പും ഈ ജയിലിൽ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് പോലീസുകാർക്കൊക്കെ മോഹൻലാലിനെ അറിയുന്നത്, ആ ജീവനെ അറിയാവുന്നത്. അപ്പം ഇപ്പം കാണിക്കുന്നത് വെച്ചാൽ ജീവനും ഫെബിനും തമ്മിൽ കൂട്ടുകാരാണ്. അപ്പം ഫെബിൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ജീവൻ്റെ അടുത്ത്, എന്നെ എപ്പോഴാണ് ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുക എന്നുള്ള രീതി. അതായത് മോഹൻലാലിനും ഫെബിനും തമ്മിലൊരു ഡീലുണ്ട്. അതായത് ഈ ജയിലിൽ നിന്ന് ഫെബിനെ രക്ഷപ്പെടുത്താമെന്ന് മോഹൻലാൽ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു എമൗണ്ട് ഫെബിൻ മോഹൻലാൽ, അതായത് ജീവൻ്റെ കഥാപാത്രത്തിന് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീലിങ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അവരൊരു പെർഫെക്റ്റ് പ്ലാനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാര്യം ഇയാളെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പോകുന്നു. പിന്നീട് നമ്മളെ കുറേ സീനുകളും പിന്നെ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ കാര്യങ്ങളും അത് നടക്കാണ്ട് പോകുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ കൊണ്ടുവന്നത് ഒരു ഫ്ലാഷ് ബാക്കിലോട്ടാണ്. അപ്പോൾ ആ ഫ്ലാഷ് ബാക്ക് വഴിയാണ് നമ്മൾ ആക്ച്വലി മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് മോഹൻലാൽ ഫെബിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്, എങ്ങനെയാണ് മോഹൻലാൽ നേരത്തെ ജയിലിൽ പോയത്, എന്തിനാണ് ഇപ്പം വന്നത് എന്ന് പല പല കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് പിന്നീട് ആ ഫ്ലാഷ് ബാക്ക് വരുന്നത്. അപ്പോൾ ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് കോവളമാണ് കാണിക്കുന്നത്, അവിടുത്തെ ആൾക്കാരെ കാണിക്കുന്നു, അവിടെ ജീവിക്കുന്ന ആൾക്കാരെ കാണിക്കുന്നു. അതായത് അവിടെ വരുന്ന വിനോദസഞ്ചാരികളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളുടെ നടുക്കിലൊക്കെ ഉള്ള ഒരു പ്രധാന 2 കഥാപാത്രമാണ്. ഒന്ന് പൊറിഞ്ചു, ഒന്ന് കാന്തി. കാന്തി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിട്ടുള്ള മണിമുൾ രാജുവാണ്. പൊറിഞ്ചു എന്ന് ചെയ്തിട്ടുള്ളത് അശോകനാണ്. ഇപ്പോൾ ഇവരും രണ്ടുപേരും ഒരു മെയിൻ ക്യാരക്ടേഴ്സ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ജഗതിയെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വേറെ കുറേ ആക്ടേഴ്സിനൊക്കെ എൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. തിലകൻ വരുന്നുണ്ട്, എൻ്റെ അടുത്ത് ചെറിയൊരു സീന് മാത്രം വരുന്നുണ്ട്. അപ്പോൾ ഈ പൊറിഞ്ചുവും കാന്തിയും വളരെയധികം പുവർ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം നല്ല കാശ് വേണം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. കാര്യം ഈ വിനോദസഞ്ചാരികൾക്ക് വരുന്ന സീസണുണ്ട്. അപ്പോൾ ആ സീസണിന് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്തിരിക്കും. ആ സീസണിലാണ് ഇവർക്ക് ആക്ച്വലി എന്തെങ്കിലുമൊക്കെ പൈസ സമ്പാദിക്കാൻ സാധിക്കും. അപ്പോൾ ഈ കൂടുതൽ ഇവർ പൈസ സമ്പാദിക്കുന്നത് ഡ്രഗ്സൊക്കെ വിറ്റിട്ട് തന്നെയാണ്. അതായത് വരുന്ന വിദേശ സഞ്ചാരികൾക്ക് ഡ്രഗ്സൊക്കെ വിറ്റിട്ടാണ് അവർ എങ്ങനെയെങ്കിലും പൈസ സമ്പാദിക്കാൻ ശ്രമിക്കുന്നത്. അത് കൂടുതൽ അവർ വിൽക്കുന്നത് കൊക്കൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് എന്നത് പറയുന്നത്. അപ്പം അവിടെ പിന്നെ മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ കഥാപാത്രത്തിൻ്റെ ഒരു ജീവനാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പുള്ളിക്ക് അവിടെ ഒരു കഫേ ഉണ്ട്. പക്ഷെ പുള്ളി എല്ലാവർക്കും ഇഷ്ടമാണ്. കൂട്ടത്തിൽ തന്നെ അയാൾക്ക് ചെറുകിട രീതിയിലുള്ള സ്മഗ്ലിങ് ഗുഡ്സ് സെല്ല് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സീനാണ് നമ്മളെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് പുള്ളി ആൾക്കാർക്ക് സ്മഗിൾ ചെയ്ത് സാധനം കൊടുക്കുന്നത്, അങ്ങനത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് സീനുകളും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ ഫെബിൻ അവിടെ വരുന്നു, അതായത് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫെബിൻ അവിടെ എത്തിപ്പെടുന്നതും, ഫെബിൻ ഒരു വിദേശ സഞ്ചാരിയാണ്. ഈ ഫെബിനുമായിട്ട് കാന്തിയും പൊറിഞ്ചും കൂടെ ഒരു കണക്ഷനിലെത്തുന്നു. അപ്പോൾ ഈ ഫെബിനാണെങ്കിൽ കുറച്ച് അധികം ഡ്രഗ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഇവരെത്തിച്ചു കൊടുക്കാമെന്ന് ഏൽക്കുകയും പിന്നീട് ആ ഡ്രഗ്സിൻ്റെ ഡീല് അവർ നടത്താൻ ശ്രമിക്കും. അതായത് ഒരു 5 ലക്ഷത്തിന് ഡീല് നടത്താൻ വേണ്ടി ശ്രമിക്കുകയും, പക്ഷേ ആ ഡീല് നടത്തുമ്പോൾ ഫെബിന് ഇവർക്ക് കാശ് കൊടുക്കുന്നില്ല. അതിന് പകരം അവരെ കൊന്നുകളയാണ് ചെയ്തത്.
കാന്തിയെയും പൊറിഞ്ചുവിനെയും കൊന്നു കളയാണ് ഫെബിൻ ചെയ്തത്. അപ്പോൾ ഈ ഡീൽ നടത്താൻ വേണ്ടി ആക്ച്വലി ജീവന്റെ കഥാപാത്രവും സഹായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജീവൻ ഒരിക്കലും ഫെബിനോട് ഡയറക്റ്റ് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഡീൽ നടത്തിയ സമയത്ത് ഫെബിൻ ഈ രണ്ടുപേരെയും ചതിക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ ആ കൊലപ്പെടുത്തതിന് ശേഷം ഈ കുറ്റങ്ങൾ മൊത്തം എത്തിപ്പെടുത്തത് ജീവന്റെ മുകളിലാണ്. കാരണം ജീവന്റെ കൂടായിരുന്നു ഈ കാന്തിയും പൊറിഞ്ചും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്, പല കാര്യങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാം എന്തെങ്കിലും ഇവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഒരു പക്ഷേ ജീവനായിരിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ അതുപോലെ തന്നെ ഈ ഫെബിൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഗേൾ ഫ്രണ്ടിനെ ഫെബിൻ തന്നെ കൊല്ലുകയും ചെയ്തു. കൊല്ലുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കേസും കൂടെ ജീവൻ്റെ മുകളിലോട്ട് എത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാം കൊണ്ട് തന്നെ കൊലപാതകം അത് ഇതെല്ലാം എല്ലാ പ്രശ്നങ്ങളും ചേർന്നിട്ടാണ് അവസാനം ജീവൻ ജയിലിൽ എത്തിപ്പെടുകയും പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം അതേ ജയിലിൽ തന്നെ ഫെബിൻ എത്തിപ്പെടുകയും ചെയ്യുന്നു. കാര്യം ഫെബിൻ്റെ ഡ്രഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേസിൽ ഫെബിൻ അറസ്റ്റ് ആവുകയും ജയിലിലെത്തുകയും ചെയ്തു. ആ ജയിലിലെത്തിയതിന് ശേഷം അവിടെ വെച്ചിട്ടാണ് ജീവൻ ആ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട്, കാര്യം ജീവൻ അറിയാം ഫെബിനാണ് ഇതൊക്കെ ചെയ്തെന്ന് പറയാൻ അതിൻ്റെ തെളിവുകളും കാര്യമൊന്നുമില്ല. പക്ഷെ തൻ്റെ സുഹൃത്തുക്കളെ കൊന്നതിൻ്റെ പ്രതികാരം, തൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചതിൻ്റെ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ജീവൻ ആക്ച്വലി ഇയാളുമായിട്ട് സൗഹൃദത്തിലാവുകയും ഫെബിനായിട്ട് സൗഹൃദത്തിലാവുകയും അയാളെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് പ്രതികാരമായിട്ട് ഫെബിനെ ഇയാൾ കൊല്ലപ്പെടുത്തിയിട്ട് വീണ്ടും ജയിലിലോട്ട് സറണ്ടർ ആവുന്നു. അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഈ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു ഒരു റിവെഞ്ച് ഡ്രാമയാണ്, റിവെഞ്ച് സ്റ്റോറിയാണ്. അതായത് ഒരുപാട് വലിയ അട്ടഹാസങ്ങളോ അല്ലെങ്കിൽ വലിയ ആക്ഷൻ രംഗങ്ങളോ ഒന്നും ഇല്ലാതെ പറയുന്ന ഒരു സട്ടിൽ രീതി പറഞ്ഞു പോകുന്ന ഒരു ചെറിയൊരു റിവെഞ്ച് സ്റ്റോറിയാണ് ആക്ച്വലി സീസൺ എന്ന് പറയുന്ന സിനിമ. പിന്നെ ഇതിലെ ഡയലോഗുകളും പിന്നെ ഇതിനകത്ത് നമുക്ക് ത്രൂ ആയിട്ട് ഒരു പത്മരാജൻ ടച്ച് നമുക്ക് ഫീൽ ചെയ്യാം, അനുഭവിക്കാൻ പറ്റും. കാര്യം സീൻ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന രീതിയിലാണെങ്കിലും ക്യാരക്ടേഴ്സിൻ്റെ സംസാരമാണെങ്കിലും അതുപോലെ ഇതിൽ ജഗതിയുടെ ക്യാരക്ടർ പുള്ളി തന്നെ പണ്ട് ഏതൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടേഴ്സിൽ ഒന്നായിരുന്നു സിനിമയിൽ. അതായത് അതിൻ്റെ അകത്ത് പുള്ളിക്ക് കണ്ണ് കാണത്തില്ല, കാഴ്ച ഭയങ്കര കുറവാണ്. അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിക്ക് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സും ഒക്കെ ഉള്ളത്. അപ്പോൾ അതായത് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം ഇവരൊന്നും ജീവിതം ഒരുപാട് നമ്മൾ കാണിച്ചു തരുന്നില്ല. പക്ഷേ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽ വഴിയൊക്കെ നമുക്ക് ആ കാര്യങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവരിങ്ങനെ പ്രശ്നത്തിലുള്ള ആൾക്കാരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോഴും തോന്നുന്നത് സീസൺ എന്ന് പറഞ്ഞ ചിത്രം പത്മരാജൻ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ചിത്രം അല്ലെങ്കിൽ പത്മരാജൻ്റെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൻ്റെ മെയിൻ ഒരു കാര്യം വൺ ഓഫ് ദി മലയാളത്തിലേക്ക് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ചിത്രമായിരിക്കും. പക്ഷേ പത്മരാജൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും മികച്ച ചിത്രമായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം പത്മനാഭൻ ബാക്കി ചിത്രം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ പ്രധാന കഥാപാത്രത്തിനുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇൻഡെപ്ത് പോകുമായിരുന്നു. പല ക്യാരക്ടേഴ്സിന് ഇൻഡെപ്തിലോട്ട് പോയിട്ട് പല ഡീറ്റെയിലിങ്ങിലോട്ടും പോകും. പക്ഷേ ഇതിൻ്റെ അത്ര ഇൻഡെപ്ത് കാര്യങ്ങൾ പോയിട്ടില്ല. ഡീറ്റെയിലിംഗ് ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷേ ഇൻഡെപ്തായിട്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ അവർ ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾ ഒരുപാട് വന്നിട്ടില്ല. ഇപ്പോൾ ജീവൻ എന്ന് പറഞ്ഞ കഥാപാത്രവും ജീവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എവിടുന്ന് വന്നിരിക്കുന്നു എന്നൊന്നും അങ്ങനെ പറഞ്ഞു തരികയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ അയാളുടെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇമോഷണൽ കോൺഫ്ലിക്റ്റോട്ടൊന്നും ഒരുപാട് അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിയുമ്പോൾ എനിക്ക് ഈ സിനിമ ബാക്കിയുള്ള പത്മരാജൻ ചിത്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വീക്കസ്റ്റ് പത്മരാജൻ ചിത്രമായിട്ടാണ് എനിക്ക് സീസൺ തോന്നിയത്. കാര്യം പണ്ടെപ്പോഴാണ് ഞാൻ സിനിമ കണ്ടത്. പിന്നീട് ഒരുപാട് ഈ സിനിമയെക്കുറിച്ച് ചർച്ചയൊക്കെ വന്നതിന് ശേഷമാണ് ഈ അടുത്ത് ഒന്നുകൊണ്ട് റീവിസിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ റീവിസിറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് തോന്നി അങ്ങനെ ബാക്കി നമ്മൾ നോർമൽ കാണുന്ന റിവെഞ്ച് സ്റ്റോറീസിനൊക്കെ അനുഭവിച്ച് നോക്കുമ്പോൾ ഇത് വേറെ രീതിയിൽ എടുത്തൊരു ചിത്രമാണ്. കാര്യം ഭയങ്കര സട്ടിലായിട്ട് എടുത്ത ചിത്രമാണ്. ഇതിനകത്ത് വലിയ ട്വിസ്റ്റുകളോ വലിയ ആക്ഷൻ രംഗങ്ങളോ അല്ലെങ്കിൽ ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ട് ആ രീതിയിലൊന്നും അല്ല പോകുന്നത്. പക്ഷേ ആ രീതിയിൽ ഒരു സട്ടിലായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ്. പക്ഷെ സട്ടിലിറ്റിയുടെ അപ്പുറം ഒരു ഇമോഷൻ ഇൻഡെപ്ത് മിസ്സിങ് ആയിട്ട് ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതാണ് എനിക്ക് സീസൺ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും കൂടുതൽ ക്ലാസിക് ചിത്രങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.